വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ആഭ്യന്തരമന്ത്രി യോവ് ഗാലന്റെയും അറസ്റ്റ് ചെയ്യാനുള്ള അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഉയർന്ന അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടു. ഒക്ടോബർ 7 കുറ്റകൃത്യങ്ങൾക്ക് കാരണക്കാരായ ഹമാസിന്റെ 3 സീനിയർ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നൂറുകണക്കിന് പലസ്തീനികളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. തീവ്രമായ ആക്രമണവും പട്ടിണിയും മരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നു. ഇറാൻ പ്രസിഡന്റ് ഇനി ഓർമ്മകൾ മാത്രം. ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ മുഖ്യ പ്രോസിക്യൂട്ടർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഹമാസ് സീനിയർ ലീഡർ യഹിയ സിൻവാറിനെയും അറസ്റ്റ് ചെയ്യാനുള്ള അറസ്റ്റ് വാറന്റിനായി അപേക്ഷിച്ചു. ഒക്ടോബർ 7 കടന്നുകയറ്റത്തിനും തുടർന്നുണ്ടായ യുദ്ധങ്ങൾക്കും മനുഷ്യത്തിനെതിരെയുള്ള ആക്രമണങ്ങൾക്കുമാണ് അറസ്റ്റ് വാറന്റ്. കുട്ടികളെ പട്ടിണിക്കിടുന്നത് കുറ്റകരമാണ്. സാധാരണ ജനങ്ങളെ കൊല്ലുന്നതും യുദ്ധക്കുറ്റമാണ്. ആളുകളെ പ്രയാസപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആക്രമിക്കുന്നതും കുറ്റകരമായ പ്രവൃത്തിയാണ്. ഈ 3 പ്രധാന കാരണങ്ങളാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ പ്രധാന പ്രോസിക്യൂട്ടർ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റെയും അറസ്റ്റിനായി ചൂണ്ടിക്കാണിച്ചത്. തെളിവുകൾ ശേഖരിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും ഫലസ്തീന്റെ മണ്ണിൽ നടത്തിയ കുറ്റകൃത്യങ്ങളിലൂടെ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദികളാണ്. മനുഷ്യത്വത്തിനെതിരെയുള്ള ഈ യുദ്ധക്കുറ്റാരോപണത്തെ ഇസ്രായേൽ മന്ത്രിമാർ അപലപിച്ചു. ഇസ്രായേലി വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇത് ചരിത്രപരമായ തരംതാഴ്ത്തലും അതിനുവേണ്ടി കരാർ അടിസ്ഥാനത്തിൽ ഒരു വാർ റൂം സെറ്റ് ചെയ്യുകയും ചെയ്തതെന്നാണ്. ഈ തീരുമാനമാരും അംഗീകരിക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ വീണ്ടും പ്രതിരോധിക്കുകയാണ്. ലോകം മുഴുവൻ യഹൂദ വിരുദ്ധമാണ്. ലോകം മുഴുവൻ ഇപ്പോഴും ഞങ്ങൾക്കെതിരാണ്. ഇത് വീണ്ടും ഞങ്ങളുടെ ദേശീയത ഇല്ലാതാക്കാൻ ഒരുമിക്കുകയാണ്. ഈ പൈശാചിക തീരുമാനം എല്ലാവർക്കും നന്നായി തോന്നാം. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പ്രോസിക്യൂട്ടർ തുടർന്ന് ആവശ്യപ്പെടുന്നത് ഹമാസിന്റെ രാഷ്ട്രീയ മിലിറ്ററി നേതാക്കന്മാർ ആയുള്ള ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ, മുഹമ്മദ് ദേവ് ഈ 3 ഹമാസിന്റെ നേതാക്കന്മാരും ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമണത്തിന്റെ ഉത്തരവാദികളാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ അവർക്കെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഹമാസിന്റെ നേതാക്കന്മാർ പറയുന്നത് 7 മാസങ്ങൾക്കും ശേഷമാണ് ഇസ്രായേൽ നേതാക്കന്മാർക്കെതിരെയുള്ള അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ പോകുന്നത്. ഈ കാലയളവിൽ IDF 10,000-കണക്കിന് പലസ്തീനികളെയാണ് കൊന്നൊതുക്കിയത്. ഇരകളെയും കുറ്റവാളികളെയും ഒരേ തരത്തിൽ കാണുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി പ്രോസിക്യൂട്ടറുടെ ശ്രമത്തെ ഹമാസ് ശക്തിയുക്തം കുറ്റപ്പെടുത്തുന്നു. ഹമാസ് പറയുന്നത് പ്രോസിക്യൂട്ടർ അറസ്റ്റ് വാറന്റ് ആവശ്യപ്പെടുന്നത് അധിനിവേശ സൈന്യത്തിനും ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെയാണ്. ICC പ്രോസിക്യൂട്ടർ വാദങ്ങൾക്കെതിരെ വിമർശനം നേരിട്ടു. UN സുരക്ഷാ കൗൺസിലിൽ പോലും അദ്ദേഹത്തെ ഇസ്രായേലും സഖ്യകക്ഷികളും വിമർശിച്ചു. ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനമായാണ് സീസ്ഫയർ എന്ന പ്രഖ്യാപനത്തെയും വാദഗതികളെയും അവർ കണ്ടത്. ഇസ്രായേലിന്റെ സഖ്യകക്ഷികളായ അമേരിക്ക ICCയുടെ പ്രഖ്യാപനത്തിനെതിരെ അമർഷം പ്രകടിപ്പിച്ചു. ഇസ്രായേലും ഞങ്ങളും നിങ്ങളെ ലക്ഷ്യമിടുന്നെന്ന് അമേരിക്കൻ റിപ്പബ്ലിക് സെനറ്റർമാർ വാർണിംഗ് ലെറ്ററിലൂടെ പറഞ്ഞു. ICCയുടെ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുമെന്നും ICC അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും സഹായം വെട്ടിക്കുറയ്ക്കുമെന്നും അവർ ഭീഷണിപ്പെടുത്തി. ഇതാണ് ഇന്നത്തെ ഗസ. അറസ്റ്റ് വാറന്റിനെ കുറിച്ചുള്ള സംസാരം യുദ്ധത്തെ സ്വാധീനിക്കാൻ സാധ്യതയില്ല. ഒക്ടോബർ മുതൽ 35,000-ത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും ചെയ്ത യുദ്ധമാണ്.